എടാ എന്തോ ഇവിടെ പരിപാടി? കുറെ ദിവസമായില്ലേ ഈ സാധനം ഇവിടെ മേടിച്ച് വെച്ചിട്ട് ഇത് എടുക്കണമെന്ന് വിചാരിച്ച് 3 പുരുഷ പ്രതികളെ കൂടെ ഒന്നും കിട്ടണ്ടായോ? ഞാൻ വിചാരിക്കുന്നത് എന്താ എടുക്കാത്തതെന്ന്. ഒരു ദിവസം അപ്പൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ സമയത്ത് വരും, മക്കൾ ഒരു സമയത്ത് പഠിക്കാൻ പോകുന്നു, അങ്ങനെ ഇങ്ങനെ ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ താമസിക്കും. അപ്പൊ എല്ലാരും കൂടെ ഒത്തു കിട്ടിയത് നിമിഷമാണിത്. അപ്പൊ ഞാൻ ഇതിനെ സ്റ്റീം ചെയ്തെടുക്കും കേട്ടോ. നീ നോക്കിക്കേ, പുതിയ ടെക്നിക്ക്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കുന്നുണ്ടേ. ചട്നി എപ്പോഴും നീ ഉണ്ടാക്കാറുള്ളല്ലേ? ഇന്നൊരു വെറൈറ്റിയാ. ഓഹോ, അത് കണ്ടോണേ. ഇനി ഇത് സ്റ്റീം ആവട്ടെ കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് ചട്നി റെഡിയാക്കാമേ. ഞാനേ ചട്നിയുടെ കാര്യം പറഞ്ഞില്ലേ, നമുക്കാണെങ്കിൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് കൊച്ചുള്ളിയും കരിയാപ്പിലേ. ഇതൊന്ന് വഴറ്റി എടുത്തിട്ട് ബാക്കി പിന്നെ കാണിക്കാം. ഇതായി കേട്ടോ. ഇത് ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. ഇത് വിട്ടിരുന്നൊന്ന് തണുക്കട്ടെ. നമ്മുടെ ഇത് സ്റ്റീം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേനും എനിക്കൊരു ഇച്ചിരി കാര്യങ്ങളൂടെ ഒരുക്കാനുണ്ട്. നമ്മുടെ ചട്നിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. നമ്മളത് വഴറ്റിയെടുത്തില്ലായിരുന്നോ? അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു അല്പം തേങ്ങായും പച്ചമാങ്ങയും കൂടെ വേണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാമേ. ഉപ്പ് ഇടണം, എന്നിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. എന്തൊക്കെയാ 2 മാങ്ങ കൊണ്ടുള്ള കുരുവാല എടുത്ത്? എന്തോന്നാ കുറുക്കുന്നത്? അല്ല, ഞാനേ 2 മാങ്ങ അന്ന് ചന്തയിൽ പോയിട്ട് വന്നപ്പോ മേടിച്ചോണ്ട് വന്നു. അന്ന് എന്നെ പറയാത്തൊന്നുമില്ല, ഇതെന്തോന് മേടിച്ചോണ്ട് വന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിരിക്കും. എന്തിനും ഉണ്ടല്ലോ എനിക്കൊരു പണി. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഓരോ ഐഡിയ വന്നു. നമ്മൾ പിന്നെ അതിന് മുന്നേ എന്നായിരുന്നു മത്തിപ്പീര ഉണ്ടാക്കി. ആദ്യം ഒരു പീഡനം ഉണ്ടല്ലോ നിനക്ക്. അത് പിന്നെ അല്ലാതെ അതൊക്കെ വേണമല്ലോ. ഞാൻ ആയോണ്ട് ഇല്ലെങ്കിൽ വേറെ മാങ്ങ 2 അന്നേരം എടുത്ത് വല്ല റോഡിലോട്ട് എറിഞ്ഞേനെ. ഞാനിത് അരച്ചെടുത്തു കേട്ടോ. ദേ കണ്ടോ. പിന്നാണേലേ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് എടുക്കട്ടെ കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടോ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പുരുഷ പ്രജകളെ എല്ലാം ഒന്ന് വിളിക്കട്ടെ. ചെറുത് മുതൽ വലുത് വരെ. ഇനി എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ല, വിളിക്കട്ടെ. അപ്പനും മക്കളും ഒക്കെ എവിടെയാ? എല്ലാവരും ഓടി വാ, എളുപ്പം വാ. ഇതെന്തോടെ ഇന്ന് പറഞ്ഞ കൂടുതൽ സാധനമൊക്കെ ഉണ്ടല്ലോ സ്പെഷ്യലായിട്ട്? ഇന്ന് നമ്മുടെ പ്രോൺസ് കൂടെ ഞാൻ ഇച്ചിരി എടുത്തു കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഒരു കോംബോ ആയി പോട്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡിന്നർ ഇത് മതി. ഗുണമല്ലേ, ഗുണം. നല്ല ഹെൽത്തി ആയിട്ടല്ലേ? പിന്നെ അല്ലാതെ ഇതൊക്കെ കഴിച്ച് നമുക്ക് ഇനി വളരാം. ഇന്ന് മാങ്ങാ ചട്നി ഒന്ന് കഴിച്ചു നോക്കണം. സൂപ്പർ അടിപൊളിയാ. ഓരോരുത്തർക്കും ഓരോന്നാ വേണ്ടത്. മീൻചാറ് എടുത്തോണ്ട് തരാം ഇപ്പൊ. മീൻചാറും വന്നു. ഇനി നമുക്ക് എല്ലാവർക്കും കഴിക്കാം.